ഇസ്രായേലിനെ ഭയന്നാണ് ഇറാനിലെ നേതാക്കൾ ഇപ്പോൾ ജീവിക്കുന്നത്. സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കൊല്ലപ്പെട്ടത്. ഇറാന്റെ സൈനിക ആസ്ഥാനമായ ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മേധാവി മേജർ ജനറൽ അലി ഷത്മാനി ആയിരുന്നു അതിലേറ്റവും ഒടുവിലെത്തിയത്. ചുമതലയേറ്റ് 4-ാം ദിനമായിരുന്നു ഷത്മാനി കൊല്ലപ്പെടുന്നത്. അതിനു മുൻപ് ഇറാനെ തളർത്തിയത് ഫെറൈദുൻ അബ്ബാസിയുടെ മരണമായിരുന്നു. അബ്ബാസി ഇറാന്റെ ആണവ നയത്തിന്റെ ബുദ്ധി കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ ചെറിയ ക്ഷീണമല്ല അബ്ബാസിയുടെ മരണത്തിലൂടെ ഇറാൻ ഉണ്ടായത്. 2010 ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അബ്ബാസി രക്ഷപ്പെട്ടത്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഫറീദുൻ അബ്ബാസി കൊല്ലപ്പെടുകയായിരുന്നു. വധഭീഷണി ഒരിക്കൽ ചിരിച്ചു തള്ളുകയും ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ ആണവായുധങ്ങൾ നിർമ്മിക്കുമെന്ന് പറയുകയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു അബ്ബാസി. 2010 ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇത്തവണ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അബ്ബാസിയുടെ മരണത്തോടെ മറ്റൊരു ഇറാൻ നേതാവിന്റെ കൂടി മരണം ഈ ഘട്ടത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹ്സിൻ ഫക്രിസാദയുടെ മരണമാണ് ഈ ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാകുന്നത്. ഇതിന് പിന്നിലും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന്റെ കരങ്ങൾ തന്നെയായിരുന്നു. 2007 മുതൽ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ മുഹ്സിൻ ഉണ്ടായിരുന്നു. പലവിധ ആസൂത്രണങ്ങൾക്കും പദ്ധതികൾക്കും ശേഷം 2020 നവംബർ 27 വെള്ളിയാഴ്ചയാണ് മൊസാദ് മുഹ്സിനെ വധിക്കുന്നത്. 2000ന്റെ തുടക്കത്തിൽ ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഇറാന്റെ രഹസ്യ ശ്രമത്തിന് പിന്നിലെ സൂത്രധാരൻ ഇയാളാണെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ വിശ്വസിച്ചിരുന്നു. പ്രോജക്ട് അമർ എന്നാണ് ഈ ദൗത്യത്തിന് ഇറാൻ പേര് നൽകിയിരുന്നത്. പൊതുസ്ഥലങ്ങളിൽ മുഹ്സിൻ ഫക്രിസാദെ പലപ്പോഴും അദൃശ്യനായിരുന്നു. ചിത്രങ്ങൾ പകർത്തുകയോ അഭിമുഖങ്ങൾ നൽകുകയോ പോലും ചെയ്തിട്ടില്ല. ഇറാന്റെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന് പോലും ഇയാളെ വിശേഷിപ്പിച്ചിരുന്നു. 2018 ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഫയലുകളെക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയപ്പോൾ ഈ പേര് ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് അടിവരയിട്ട് പറയുകയുണ്ടായി. 2020 നവംബർ 27 മുഹ്സിൻ ഫക്രിസാദയെ മൊസാദ് വധിക്കുന്നത്. വഴിയരികിൽ കാത്തുകിടന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു പിക്കപ്പ് ട്രക്കിൽ നിന്നാണ് ആ വധശ്രമത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ക്യാമറ ഘടിപ്പിച്ച പിക്കപ്പ് ട്രക്കിലെ മെഷീൻ ഗണ്ണിൽ നിന്നാണ് വെടിയുണ്ടകൾ തൊടുത്തത്. അദ്ദേഹത്തിന്റെ കാറ് പോകുന്ന വഴിയിൽ തന്നെ സംവിധാനങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. 59-കാരനായ ഫക്രിസാദെ ടെഹ്റാനിലെ അബ്സാഡിൽ ഭാര്യയോടും 12 അംഗരക്ഷകരോടും ഒപ്പം യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ ഭാര്യയെയോ സുരക്ഷാ സംഘത്തെയോ മൊസാദ് ആക്രമിച്ചില്ല. കൃത്യതയും കണിശതയുമുള്ള ബെൽജിയൻ നിർമ്മിത 7.62 mm എഫൻമാഗ് മെഷീൻ ഗണ്ണിന്റെ പ്രത്യേക മോഡലാണ് ഇതിനായി മൊസാദ് തിരഞ്ഞെടുക്കുന്നത്. മൊഹ്സിനെ വധിക്കാനുള്ള ആയുധങ്ങൾ ഇറാനിൽ എത്തിച്ചത് പോലും അതീവ രഹസ്യമായിട്ടായിരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ആയുധങ്ങൾ പാർട്സുകളായിട്ടാണ് ഇറാനിലേക്ക് കടത്തിയത്. പിന്നീട് ഇവ അതീവ രഹസ്യമായി ആക്രമണ സമയത്ത് കൂട്ടിച്ചേർത്തു. ആക്രമണശേഷം മെഷീൻ ഗണ്ണിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്ഫോടക വസ്തുക്കൾ പിക്കപ്പിൽ നിറച്ചിരുന്നത്. എന്നാൽ മെഷീൻ ഗണ്ണിന് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല. വെറും 60 സെക്കൻഡിലായിരുന്നു മൊസാദ് തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും ഒന്നും സംഭവിച്ചില്ല. മുഖം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയർ ആണ് മുഹ്സിന്റെ ഭാര്യയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ കാരണമായത്.